ഗായ്സ്, അപ്പോൾ എൻ്റെ കഥന പാർട്ട് 3 2022 to 2025, അതായത് ലാസ്റ്റ് 3 years ആയിട്ട് എൻ്റെ ബോഡി കെയർ ചെയ്യാനോ ഒരു സെൽഫ് കെയർ ചെയ്യാനോ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് ലോസ് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാൽ ജീവിതാവസാനം വരെ തിരക്കുകളൊന്നും മാറാൻ പോകുന്നില്ല. ലാസ്റ്റ് ഈ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഇനി എൻ്റെ ഹെൽത്ത് ആയിരിക്കും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. എത്ര ബിസി ആയാലും മാക്സിമം കുക്ക് ചെയ്ത് ഹെൽത്തി ആയിട്ട് കഴിച്ച് ബാക്ക് ടു മൈ ഐഡിയൽ വെയിറ്റ് ആവണം. പിന്നെ ഇത്രയും നാൾ ലാസ്റ്റ് 3 വർഷമായിട്ട് ചെയ്യാത്ത ഒരു കാര്യം ഇപ്പം എന്താ പെട്ടെന്ന് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ വേറൊരു കാരണം കൂടി ഉണ്ട്. അതായത് കമ്മിങ് ഓഗസ്റ്റിൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാനുണ്ട്. മൈ ഓൺ ബ്രദറിൻ്റെ തന്നെ. അപ്പോൾ സ്വന്തം വീട്ടിലെ കല്യാണം ആകുമ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരിക്കണ്ടേ. അതും എൻ്റെ വീട്ടിലെ ഫസ്റ്റ് വെഡ്ഡിങ് കൂടെ ആകുമ്പോൾ നമ്മൾ നല്ല സെറ്റായിട്ടിരിക്കണമല്ലോ. അപ്പോൾ അതിനുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് നിങ്ങൾ വീഡിയോസ് ആയിട്ട് ഡെയിലി കണ്ടുകൊണ്ടിരിക്കണം. ബട്ട് ദാറ്റ് ഡസൻ മീൻസ് തടിച്ചിരുന്ന ഭംഗിയില്ല, അടിപൊളിയല്ല എന്നൊന്നല്ല. ആസ് ഫാർ ആസ് യു ആർ ഹെൽത്തി ആൻഡ് നിങ്ങൾക്ക് വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ ചോയ്സ്. പിന്നെ ഈ വെയിറ്റ് ലോസ് ചെയ്യാന്നുള്ളതിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ kgs കുറയാന്നല്ല. അതിപ്പോൾ ഇഞ്ച് ലോസ് ആവാം, വെയിറ്റ് ലോസ് ആവാം, ഫിസിക്കലി ആൻഡ് മെൻ്റലി എനിക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യാം, സ്റ്റാമിന ഇൻക്രീസ് ചെയ്യാം, ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ പ്രോഗ്രസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് വെയിറ്റ് ലോസ് ചലഞ്ച് എന്ന് ഞാൻ പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻ 60 days അങ്ങനെയല്ല. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇനി കമ്മിങ് വീഡിയോസിൽ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ചാലഞ്ച് കണ്ടിന്യൂ ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടാം. അപ്പോൾ അതുവരേക്കും ബൈ.